അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 15 ശനിയാഴ്ച. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഉദ്യോഗസ്ഥർ പരിശോധനാ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. പോലീസുകാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. 13 പേരുടെ മരണത്തിനിടയാക്കിയ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടന കേസിലെ പ്രതികളിൽ ഒരാളായ മുസമ്മിൽ ഷക്കീൽ ഹരിയാനയിലെ ഫരീദാബാദിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. 360 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് മുസമ്മയിൽ ഷക്കീലിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. ഇവയുടെ പരിശോധനയ്ക്കിടെയായിരുന്നു അപകടം. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി തുറസായ സ്ഥലത്താണ് സൂക്ഷിച്ചതെന്നും അബദ്ധത്തിലുള്ള സ്ഫോടനമാണ് ഉണ്ടായതെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതേസമയം സ്ഫോടനത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ 2 വീഡിയോഗ്രാഫർമാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സ്ഫോടക വസ്തുക്കളുടെ പരിശോധനയുടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴായിരുന്നു സ്ഫോടനം ഉണ്ടായത്. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ പ്രസിഡന്റായുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. മുൻ മന്ത്രി K. രാജുവും സത്യപ്രതിജ്ഞ ചെയ്ത് ബോർഡംഗമായി ചുമതലയേറ്റു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2 വർഷത്തേക്കാണ് K. ജയകുമാറിന്റെ കാലാവധി. പ്രസിഡന്റായിരുന്ന P. പ്രശാന്തും അംഗം A. അജികുമാറും വ്യാഴാഴ്ച സ്ഥാനമൊഴിഞ്ഞിരുന്നു. വിവാദങ്ങൾക്കിടെ യാത്രയയപ്പ് സമ്മേളനവും ഒഴിവാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള സംഭവ വികാസങ്ങൾ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി പ്രസിഡന്റ് K. ജയകുമാർ. ഇനി വിശ്വാസം വ്രണപ്പെടില്ലെന്നും ഭക്തർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല കേന്ദ്രീകരിച്ച് ചില അവതാരങ്ങൾ ഉണ്ടെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും 2025 വീണ്ടും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ കോടതിയെ അറിയിക്കാതെയിരുന്നതാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു. മനസാക്ഷിക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സത്യസന്ധമായും സുതാര്യമായുമാണ് എല്ലാം ചെയ്തിട്ടുള്ളതെന്നും P. പ്രശാന്ത് കൂട്ടിച്ചേർത്തു. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പ് ചെലവിനായി ഒരു സ്ഥാനാർത്ഥിക്ക് വിനിയോഗിക്കാവുന്ന പരമാവധി തുക ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിൽ 1,50,000 രൂപയുമാണ്. മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പരമാവധി 75,000 രൂപയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 1,50,000 രൂപയും വരെ ചെലവാക്കാം. സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജന്റോ ചെലവഴിക്കാവുന്ന പരമാവധി തുകയാണിത്. ശശി തരൂർ BJPയുമായി അടുക്കുന്നു എന്ന് അഭിപ്രായമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ. കോൺഗ്രസിന്റെ കുടുംബാധിപത്യം എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് യോജിക്കുന്നുവെന്നും കഴിവുള്ളവർക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ലെന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ടെന്നും V. മുരളീധരൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് താമസം മാറ്റുന്നത് നന്നായെന്നും അങ്ങനെയെങ്കിലും പാർട്ടിക്ക് 2 വോട്ട് അധികം കിട്ടട്ടെ എന്ന് കരുതി കാണും എന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രസംഗം. ഇത് തീർത്തും അബദ്ധമായി പോയെന്ന് MV ജയരാജൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിൽ കോൺഗ്രസിന് തിരിച്ചടി. മുട്ടടയിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തു. CPM നൽകിയ പരാതി ശരിവെച്ചാണ് കമ്മീഷൻ നടപടി. അന്തിമ വോട്ടർ പട്ടിക ഇന്നാണ് പ്രസിദ്ധീകരിച്ചത്. കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൗൺസിലിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം. അതേസമയം നടപടിക്കെതിരെ അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം.
കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയെന്നാരോപിച്ചാണ് രാജി. എരഞ്ഞിപ്പാലം വാർഡിൽ KPCC സ്ഥാനാർത്ഥി നിർണായക മാർഗരേഖ അട്ടിമറിച്ചുവെന്നും വാർഡ് കമ്മിറ്റി നൽകിയ പേരുകൾ പരിഗണിച്ചില്ലെന്നും NV ബാബുരാജ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ നിമ്മി റപ്പായി രാജിവെച്ചു. കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത്. NCPയിൽ ചേരുമെന്നും ഒല്ലൂർ ഡിവിഷനിൽ NCP ടിക്കറ്റിൽ മത്സരിക്കുമെന്നും നിമ്മി റപ്പായി പറഞ്ഞു. തൃശൂരിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും നേതാക്കളുടെ രാജി. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടിയും കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ ഷോമി ഫ്രാൻസിസും രാജിവെച്ചു. മലപ്പുറം തിരൂരങ്ങാടി നഗരസഭയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ വീട് ഉൾപ്പെടുന്ന 25-ാം ഡിവിഷനിലെ ലീഗ് വിമത സ്ഥാനാർത്ഥി കാലൊടി സുലൈഖയെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരു വിഭാഗം. വിമതയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് സുലൈഖയെ നീക്കിയിരുന്നു. തിരൂരങ്ങാടി മുനിസിപ്പൽ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി, STU ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ ഭാരവാഹിത്വത്തിൽ നിന്നാണ് സുലൈഖയെ മാറ്റിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ഹാൽ സിനിമയുടെ സംവിധായകൻ റഫീഖ് വീര. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗമടക്കം ഒഴിവാക്കാമെന്ന് കക്ഷികളായ തങ്ങൾ കോടതിയെ അറിയിച്ചിട്ടില്ലെന്നും ഇത് അഭിഭാഷകന് സംഭവിച്ച പിഴവാണെന്നും സംവിധായകൻ റഫീഖ് വീര പറഞ്ഞു. ഹൈക്കോടതി വിധിയിൽ പുനഃപരിശോധന ഹർജി നൽകാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിലെ ഗർഡർ അപകടത്തിൽ അടിയന്തര സുരക്ഷാ ഓഡിറ്റ് ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകി. നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിനായി റൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തി. IRC മാനദണ്ഡങ്ങൾ നിർമ്മാണ കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ കരാർ കമ്പനിയെ നിർമ്മാണ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും CPM-ഉം. മാറ്റുന്നതിൽ എതിർപ്പില്ലെന്ന് BJPയും വ്യക്തമാക്കിയെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു. സമയബന്ധിതമായി SIR പൂർത്തിയാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്വന്തമാക്കിയ തകർപ്പൻ വിജയം വികസനം, ക്ഷേമം, സാമൂഹിക നീതി എന്നിവയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് തെളിയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായാണ് വിജയത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തിയ അദ്ദേഹം ഇന്നു മുതൽ ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകി. ബീഹാറിന് ശേഷം ഇനി ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ബംഗാൾ പിടിച്ചടക്കണമെന്നുമുള്ള ജനങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ശക്തമായി പ്രതികരിച്ച് തൃണമൂൽ കോൺഗ്രസ്. ബംഗാൾ ഒരിക്കലും BJPയെ അംഗീകരിക്കില്ലെന്നും പണവും കൈക്കരുത്തും കൊണ്ടുള്ള രാഷ്ട്രീയം ബംഗാളിന് വേണ്ടെന്നും തൃണമൂൽ MP സാഗരിക ഘോഷ് അടക്കം മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നടന്നത് വോട്ട് കൊള്ളയെന്ന് കോൺഗ്രസ് വിലയിരുത്തി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഫലം കൃത്യമായി വിശകലനം ചെയ്യുമെന്നും വലിയ തട്ടിപ്പുകൾ നടന്നുവെന്നും അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മികച്ച വിജയം നേടിയതിന് പിന്നാലെ JDU നേതാവ് നിതീഷ് കുമാറിനെ അഭിനന്ദിച്ചും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഖ്യാതി അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും ഈ രാജ്യത്തെ പൗരന്മാർക്ക് കൂടുതൽ ശക്തവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവശ്യമുണ്ടെന്നും സ്റ്റാലിൻ പ്രതികരിച്ചു. ബീഹാറിലെ വൻ വിജയത്തിന് പിന്നാലെ വിമത നേതാക്കൾക്കെതിരെ നടപടിയുമായി BJP. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ RK സിംഗിനെ BJP സസ്പെൻഡ് ചെയ്തു. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
കർണാടകയിലെ കലബുറഗി ജില്ലയിലെ ആലന്ദ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യാൻ കൂട്ടത്തോടെ വ്യാജ അപേക്ഷകൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യ അറസ്റ്റ്. പശ്ചിമബംഗാൾ സ്വദേശിയായ ബാപ്പി ആദിയ എന്നയാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൊൽക്കത്തയിലെ എസ്ര സ്ട്രീറ്റിൽ വൻ തീപിടുത്തം. 300ഓളം കടകൾ കത്തിനശിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്ന എല്ലാവരെയും ഒഴിപ്പിച്ചു. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെന്ന് കൊൽക്കത്ത സെൻട്രൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഇന്ദിര മുഖർജി പ്രതികരിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു. ഡൽഹി ഭീകരാക്രമണ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ദുബായിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നെന്ന് അന്വേഷണ സംഘം. പാസ്പോർട്ടിനായി അപേക്ഷിച്ച ഇയാൾ കൂട്ടാളികൾ പദ്ധതിക്ക് അന്തിമരൂപം നൽകുമ്പോൾ ദുബായിലേക്ക് കടക്കാൻ ഒരുങ്ങുകയായിരുന്നുവെന്നാണ് വിവരം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പത്താൻകോട്ടിൽ നിന്ന് ഒരു ഡോക്ടർ കൂടി പിടിയിൽ. റയീസ് അഹമ്മദ് എന്ന സർജനാണ് പിടിയിലായത്. ഇയാൾ പലതവണ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചതായാണ് വിവരം. ഹരിയാനയിൽ നൂഹിലടക്കം വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന നടക്കുകയാണ്. അതേസമയം ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി. US കോൺഗ്രസ് അംഗം മാർജറി ടെയ്ലർ ഗ്രീനിനെ തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർജറിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കി. തീവ്ര വലതുപക്ഷ നിലപാടുള്ള മാർജറിയെ വെളിവില്ലാത്ത വിഡ്ഢിയ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ബീഫ്, തക്കാളി, വാഴപ്പഴം തുടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കളുടെ തീരുവ പിൻവലിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉപഭോക്താക്കൾക്കിടയിൽ പലചരക്ക് സാധനങ്ങളുടെ ഉയർന്ന വിലയെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു. ഈ വർഷം ആദ്യം ഏർപ്പെടുത്തിയ വൻ ഇറക്കുമതി തീരുവകൾ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നില്ലെന്ന് വളരെ കാലമായി വാദിച്ചിരുന്ന ട്രംപിന് ഒരു വലിയ തിരിച്ചടിയാണ് ഈ പുതിയ തീരുമാനം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ രണ്ടാം ദിനം ഇന്ത്യ 189 പുറത്ത്. ആതിഥേയർക്ക് 30 റൺസിന്റെ ലീഡാണുള്ളത്. 39 റൺസ് നേടിയ KL രാഹുലാണ് ടോപ്പ് സ്കോറർ. ദക്ഷിണാഫ്രിക്കയ്ക്കായി സിമൺ ഹാർമർ 4 മാർക്കോ ജാൻസൺ 3 വിക്കറ്റുകൾ നേടി. IPL 2026 മുന്നോടിയായുള്ള താരങ്ങളുടെ കൈമാറ്റ പട്ടിക ഔദ്യോഗികമായി പുറത്തുവിട്ടു. ചെന്നൈ സൂപ്പർ കിങ്സ് മുൻ ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്കും പകരമായി സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലെത്തുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കൈമാറ്റം. കരാറിന്റെ ഭാഗമായി ജഡേജ ലീഗ് ഫീ 18 കോടി രൂപയിൽ നിന്ന് 14 കോടി രൂപയാക്കി കുറച്ചു. അതേസമയം സഞ്ജു സാംസൺ നിലവിലെ മാച്ച് ഫീയായ 18 കോടി രൂപയ്ക്ക് തന്നെയാണ് CSKയിലെത്തിയത്. മുഹമ്മദ് ഷമി സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് ലക്നൗ സൂപ്പർ ജെയിൻസിലെത്തിയത് നിലവിലെ മാച്ച് ഫീയായ 10 കോടി രൂപയ്ക്ക് തന്നെയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.